നല്ലൊരു ചെറുപയർ തോരൻ വയ്ക്കാമെന്ന് കരുതി. ഇവിടെ ചെറുപയറെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി കാര്യമാണ്. നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള പയറുവർഗ്ഗം ആയതുകൊണ്ട് തന്നെ ചെറുപയറിനോടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി എടുത്തതാണ്. വെള്ളമൊക്കെ കളഞ്ഞ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട് മുള വരും ഇതിന്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ ചെറുപയറിന് ഉപ്പ് ചേർക്കരുത്. അപ്പോൾ അത് അവിടെ നിന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. കുറച്ച് ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തേങ്ങയും ചേർത്ത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ചതച്ചെടുത്താൽ മതി. തോരൻ ഉണ്ടാക്കാൻ വെച്ച ചട്ടിയിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. കൂടുതൽ സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നല്ലപോലെ വെന്തതാണ്. ചെറുപയറൊക്കെ നല്ലപോലെ വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി.